എന്താ കുട്ടി ഇത്? എത്ര നാളായി ഇങ്ങനെ ആ മുറിയിൽ തന്നെ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൂടെ നിനക്ക്? എനിക്ക് വയ്യ ഇങ്ങനെ കാണാൻ. എന്തിനാ ഭഗവതി ഇങ്ങനെ ഒരു പരീക്ഷണം? മതിയായില്ലേ? അമ്മയ്ക്ക് നിർബന്ധിച്ചാൽ നാളെ അമ്പലത്തിൽ പോകാം. പ്രതീക്ഷിക്കാത്ത മറുപടി കേട്ടിട്ടാവണം സാരിത്തലപ്പ് കൊണ്ട് കണ്ണുനീർ ഒപ്പുന്നത് കണ്ടു. വീട്ടിൽ നിന്ന് പാടവരമ്പത്തിലൂടെ നടന്നാൽ അമ്പലമായി. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള യാത്രയായിട്ടും പുതുമ ഒന്നും തോന്നിയില്ല. മാറിയത് മനസ്സാണ്. പണ്ട് അമ്പലത്തിലേക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും കൂടി കളിതമാശകൾ പറഞ്ഞ് നടന്നു വന്ന ധാവണിക്കാരിയും ഓർമ്മകൾ എത്തി നിന്നു. ഒരിക്കലും തിരിച്ചു വരാത്ത ഇന്നലെകൾ. ഭഗവാന്റെ മുമ്പിൽ നിന്നപ്പോൾ പരാതികളും പരിഭവങ്ങളും ഒന്നും ഉണ്ടായില്ല. അല്ലെങ്കിലും പറയാനായി എന്ത് വിശേഷം? പറയാനൊന്നേ ഉണ്ടായുള്ളൂ, എൻ്റെ കൃഷ്ണ, എൻ്റെ കാത്തിരിപ്പ് വെറുതെ ആവല്ലേ. അമ്പലനടയിൽ നിന്ന് തൊഴുതപ്പോൾ പലരും തുറച്ചു നോക്കുന്നത് കണ്ടു. അടക്കം പറയുന്നത് കേട്ടു. തൊഴുതിറങ്ങുമ്പോഴാണ് ഉണ്ണിയെ കണ്ടത്. ശ്യാമചേച്ചിയുടെ അടുത്ത് നിൽക്കുന്ന 6 വയസ്സുകാരനായ ഉണ്ണിക്കുട്ടൻ. അടുത്ത വീട്ടിലെ ആണെങ്കിലും എൻ്റെ കീഴേന്ന് മാറാതെ നടന്ന ചെക്കൻ. ഞാൻ എടുത്തു നടന്ന കുറുമ്പൻ. എല്ലാം മറന്ന് ഓടി ശ്യാമചേച്ചിയുടെ അടുത്തേക്കെത്തി. അവനെ എടുക്കാൻ കൈനീട്ടിയതും എന്നെ കണ്ടവൻ തിരിഞ്ഞു നിന്ന് വാവിട്ട് കരയുന്ന കണ്ടു. എടാ കള്ള, നിന്റെ ലച്ചു ചേച്ചി അല്ലേടാന്ന് പറഞ്ഞ് കൈ എത്തിച്ചതും അത് തട്ടി. എനിക്ക് പേടിയാ, ലച്ചു ചേച്ചിക്ക് ഭ്രാന്ത. ആ വാക്കുകൾ കേട്ട് തറഞ്ഞു നിന്നുപോയി. ഒന്നും പറയാതെ തിരിഞ്ഞ് തറവാട്ടിലേക്ക് എത്തിയതും ആ വാക്ക് എൻ്റെ കാതിൽ അലയടിച്ചു. ലച്ചു ചേച്ചിക്ക് ഭ്രാന്ത. ചെമ്പകശ്ശേരിയിലെ നാരായണമേനു നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണി. എൻ്റെ അച്ഛൻ, ദേവകി, അമ്മ, പിന്നെ അനിയത്തിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ സ്വന്തം ഹരിയേട്ടൻ. സ്വർഗതുല്യമായ ജീവിതം. ചെമ്പകശ്ശേരിയിലെ കുട്ടി എവിടെയും മുൻപന്തിയിൽ നിൽക്കണമെന്ന് പറഞ്ഞ് അടുത്തുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തു. 4ാം ക്ലാസ്സിലെത്തിയ സമയത്താണ് കുറച്ചപ്പുറത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് കലപില ശബ്ദം കേട്ടത്. ഉച്ചസമയത്ത് ഒരുമിച്ചിരുന്ന് ചിരിച്ച് ഉച്ചക്കഞ്ഞി കുടിക്കുകയും ബദാം പറിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികൾ. ഒരു നിമിഷം എനിക്ക് പരിചിതമല്ലാത്ത ലോകം നോക്കി കാണുകയായിരുന്നു. കണ്ണുകൾ സിമന്റ് ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പയ്യനിലെത്തി നിന്നു. എല്ലാവരുടെയും ഇടയിൽ മാറിയിരുന്നെന്തോ കുത്തിക്കുറിക്കുന്ന ആളോട് ഒരു കൗതുകവും തോന്നി. എന്താവും എഴുതിക്കൂട്ടുന്നത് എന്നറിയാനുള്ള കൗതുകം. വീട്ടിൽ വന്നിട്ടും ആ 4ാം ക്ലാസ്സുകാരിയുടെ മനസ്സിൽ ആ സ്കൂളും പരിസരവുമായിരുന്നു. എനിക്ക് ആ സ്കൂളിൽ പഠിച്ചാൽ മതി എന്ന വാശിക്ക് ഒടുവിൽ പുതിയ സ്കൂളിലേക്ക് പറിച്ചു നട്ടപ്പോൾ അധ്യാപകരെല്ലാം പറയുന്നത് കേട്ടു, ഈ കുട്ടിയുടെ ഒരു ഭ്രാന്ത്. ഇത്രയും നാൾ ഇരുട്ടറയിൽ അടച്ചവൾക്ക് ശുദ്ധവായു കിട്ടിയ പോലെ തോന്നി. അത്രയ്ക്ക് മനോഹരമായ സ്കൂൾ അന്തരീക്ഷം. ഉച്ചയ്ക്ക് ഓടിപ്പോയത് അന്ന് കണ്ട പയ്യൻ്റെ അടുത്തേക്കായിരുന്നു. എൻ്റെ പേര് ലക്ഷ്മി, ഇവിടെ പുതിയതാ. ആൾക്ക് നേരെ കൈനീട്ടി പരിചയപ്പെടാൻ ചെന്ന് നിന്നിട്ടും ഒരു കൂസലും ഇല്ലാതെ എന്നെ ഒന്ന് നോക്കി പേടിപ്പിച്ച് എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. പിന്നീട് എല്ലാ ഉച്ചസമയങ്ങളിലും ഒരു ഒഴിയാബാധ പോലെ ആളുടെ പുറകെ കൂടി. നീണ്ട കുറച്ച് ദിവസത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ആവണം സൗഹൃദ ഉടമ്പടിയിൽ ആൾ ഒപ്പുവെച്ചു. അഭിമന്യു എന്ന 2 വയസ്സ് മുതിർന്ന ആൾ പിന്നീട് എനിക്ക് അഭിയേട്ടനായി. ഞാൻ അഭിയേട്ടൻ്റെ ലച്ചവും. എപ്പോഴും പുസ്തകങ്ങളുമായി ഒതുങ്ങിക്കൂടുന്ന ഒരു പാവം. ഇടയ്ക്ക് തുണ്ടുകടലാസിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നത് കാണാം. എല്ലാവരോടും വായാടിത്തരമായി നടക്കുന്ന വായാടിക്ക് കിട്ടിയ ഒരു സൗഹൃദം. വർഷങ്ങൾ കൊഴിഞ്ഞു വീണപ്പോൾ ആ സൗഹൃദവും ദൃഢമായി. അഭിയേട്ടനാണ് പുസ്തകങ്ങളുടെ ലോകം കാണിച്ചു തന്നതും അക്ഷരങ്ങളെ പ്രണയിക്കാൻ പഠിപ്പിച്ചതും. ആള് കൊണ്ടുവന്ന് തന്ന പുസ്തകങ്ങൾ ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കുന്ന നാളുകൾ. അല്ലെങ്കിലും കഥകളുടെയും അക്ഷരങ്ങളുടെയും ലോകം വേറെയാണ്. അതിലെ കഥാപാത്രങ്ങളായി മാറി എല്ലാം മറന്ന് മനസ്സ് വെറുതെ ഏതോ ലോകത്ത് ലയിച്ചു പോകും. ഈ കുട്ടിയുടെ ഒരു പുസ്തകഭ്രാന്ത് എന്ന് പറഞ്ഞ് അമ്മ പരാതിപ്പെട്ടി തുറക്കുന്നത് കാണാമായിരുന്നു. വായനയിൽ നിന്ന് പിന്നീട് എപ്പോഴോ എഴുത്തിലേക്ക് തിരിഞ്ഞു. എൻ്റെ കണ്ണ് വെട്ടിച്ച് ഹരിയേട്ടൻ അതെടുത്ത് അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ വായിച്ചു കേൾപ്പിക്കും. കേൾക്കുന്ന മാത്രയിൽ കയ്യിൽ കിട്ടുന്നതും കൊണ്ട് ഏട്ടനെ തല്ലാനോടും. ഒടുവിൽ പരാജയപ്പെട്ട്
മുഖം വീർപ്പിക്കുമ്പോൾ എഴുതിക്കൂട്ടിയ താളുകൾ തിരികെ തന്ന് ചേർത്ത് പിടിച്ചു പറയും, എൻ്റെ ലച്ചൂട്ടിയുടെ ഒരു ഭ്രാന്ത്. 10ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് അഭിയേട്ടൻ ബിരുദ പഠനത്തിനായി ദൂരെയുള്ള കോളേജിലേക്ക് പോയത്. അന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞു, 4ാം ക്ലാസ്സുകാരിക്ക് തോന്നിയ കൗതുകം പ്രണയമായിരുന്നുവെന്ന്. +2 ഉയർന്ന മാർക്ക് വാങ്ങി ജയിച്ച് മെഡിസിന് സീറ്റ് കിട്ടിയപ്പോൾ അത് കളഞ്ഞ് അഭിയേട്ടൻ്റെ കോളേജിൽ ആളുടെ ജൂനിയറായി BA മലയാളത്തിന് ചേർന്നത് കണ്ട് കൂട്ടുകാർ പറയുന്നത് കേട്ടു, എല്ലാവരും കൊതിക്കുന്ന മെഡിസിൻ്റെ സീറ്റും കളഞ്ഞ് ആർക്കും വേണ്ടാത്ത ഡിഗ്രി എടുക്കാൻ പോകുന്നു. ഇതിനെയാ ഭ്രാന്ത് എന്ന് പറയുന്നേ. ആ പറച്ചിൽ കേട്ട് ചിരിച്ചു നിന്നതേയുള്ളൂ. ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. കോളേജ് വരാന്തയിൽ ആരും അറിയാതെ ഒളിഞ്ഞും പതുങ്ങിയും നോക്കാനും, ഏതെങ്കിലും പെൺകുട്ടികൾ കുശലം പറഞ്ഞ് ചെല്ലുന്നത് കണ്ടാൽ ഓടിപ്പോയി അഭിയേട്ടാന്ന് വിളിച്ച് കയ്യിൽ തൂങ്ങാനും ഒക്കെ ഒരു രസം. ആരോടും പറയാതെ, എന്തിന് സ്നേഹിക്കുന്ന ആളോട് പോലും പറയാതെ ഇങ്ങനെ കാണാമറയത്തിരുന്ന് സ്നേഹിക്കാൻ വല്ലാത്തൊരു സുഖമാണ്. പതിവ് സംസാരങ്ങൾക്കിടയിലാണ് അഭിയേട്ടൻ ആളുടെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞത്, പഠിച്ച് ഒരു അധ്യാപകനാകണമെന്ന്. പിന്നീട് അധ്യാപക ജോലിയെക്കുറിച്ച് വാചാലനാവുന്നത് കേട്ടു. അല്ലെങ്കിലും എൻ്റെ അടുത്ത് മാത്രമാണ് ആൾ ഇത്ര ആവേശത്തോടെ സംസാരിക്കാറ്. ബാക്കി എല്ലാവരുടെയും അടുത്ത് മിതമായി മാത്രമേ മിണ്ടുന്നത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കലപില സംസാരിക്കുന്ന ഞാൻ അഭിയേട്ടൻ്റെ അടുത്ത് മാത്രം നല്ല ഒരു കേൾവിക്കാരിയാകും. പറയുന്ന ഓരോ കാര്യങ്ങളും ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്ന ഒരു കേൾവിക്കാരി. ഡിഗ്രി കഴിഞ്ഞ ഉടനെ ആൾക്ക് ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടി. യാത്ര പറയുമ്പോൾ ഒരേ ഒരു സങ്കടമേ പറഞ്ഞുള്ളൂ, വീട്ടിലെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ അധ്യാപക സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വന്നതിലുള്ള സങ്കടം. അഭിയേട്ടൻ്റെ അഭാവം അന്നെന്നെ വേദനിപ്പിച്ചില്ല. കാരണം മനസ്സിൽ വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. ആൾക്ക് നേടാൻ കഴിയാത്തത് എനിക്ക് നേടണം, എന്നിട്ട് മുൻപിൽ ചെന്ന് നിന്ന് പറയണം, എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആളാണ് അഭിയേട്ടനെന്ന്. ആ ആളെ ഇനി നേടുന്നതാ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന്. ഡിഗ്രി കഴിഞ്ഞ് PGക്ക് ചേർന്നതും B.Ed എടുത്ത് നെറ്റും കിട്ടി കോളേജിൽ കിട്ടിയതും ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ. ഇതിൻ്റെ ഇടയ്ക്ക് അഭിയേട്ടൻ ലീവിന് വരുമ്പോൾ കാണാൻ വരുമായിരുന്നു. പതിവ് പോലെ എനിക്ക് തരാൻ പുസ്തകങ്ങൾ മറക്കാതെ കാണും. വീട്ടിൽ കല്യാണ ആലോചന തുടങ്ങിയപ്പോൾ ഹരിയേട്ടൻ എന്നെ പൊക്കി. ഏട്ടനോട് അഭിയേട്ടനോടുള്ള ഇഷ്ടം പറയുമ്പോൾ പേടിയായിരുന്നില്ല, മനസ്സ് നിറയെ കുറ്റബോധമായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. എന്നിട്ടിപ്പോൾ ഇത്രയും വർഷം എൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച ഇഷ്ടം പറയുമ്പോൾ ഏട്ടന് വേദനിച്ചാലോ? പക്ഷേ എന്നെ ഞെട്ടിച്ച് ഹരിയേട്ടൻ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ആശ്വാസവും ഒപ്പം ദേഷ്യവും വന്നു. അതിനാണോടി നീ ഈ ഡയറിയിൽ ആ ഭ്രാന്തൊക്കെ എഴുതി കൂട്ടിയിരിക്കുന്നത് എന്ന ഹരിയേട്ടൻ്റെ ചോദ്യത്തിൽ പകച്ചുപോയി. അപ്പം എൻ്റെ ഡയറി വായിച്ചു അല്ലേ? അതും പറഞ്ഞ് കയ്യിൽ കിട്ടിയ ഫ്ലവർ സ്റ്റാൻഡ് ഞാൻ എടുത്തതും ആൾ ഓടുന്ന കണ്ടു. 2-3 റൗണ്ട് ഓട്ടവും കഴിഞ്ഞ് ആ നെഞ്ചിൽ ചായുമ്പോൾ ഏട്ടൻ പറഞ്ഞു, ഇനി വെച്ച് താമസിപ്പിക്കാതെ അടുത്ത മാസം അവൻ ലീവിന് വരുമ്പോൾ നീ നിന്റെ ഇഷ്ടം തുറന്നു പറവണ്ണേ. പിന്നീട് ആ ഡയറിയും കെട്ടിപ്പിടിച്ച് കാത്തിരിപ്പായിരുന്നു. കയ്യെത്തും ദൂരെ സ്വപ്നങ്ങളുള്ളപ്പോൾ കാത്തിരിപ്പിന് വല്ലാത്തൊരു മാധുര്യമാണ്. പക്ഷേ പറഞ്ഞ സമയം കഴിഞ്ഞും ആൾ വരാതെയായപ്പോൾ പേടി തോന്നി. ദിവസങ്ങൾ കഴിഞ്ഞു പോകവേ അഭിയേട്ടനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതെയായി. അന്വേഷണമൊക്കെ നടന്നെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. പട്ടാളക്കാരുടെ കാര്യമല്ലേ, എന്ത് സംഭവിച്ചുവെന്ന് ആർക്കറിയാം? ആ കൊച്ചൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല, നാട്ടുകാർ പറയുന്നത് കേട്ടു. അന്ന് തുടങ്ങിയ കാത്തിരിപ്പാണ്. ഹരിയേട്ടൻ പല മാർഗത്തിലൂടെയും അന്വേഷിച്ചുവെങ്കിലും ഒന്നും കിട്ടിയില്ല. ഒടുവിൽ ആളുടെ പ്രതീക്ഷയും അസ്തമിച്ചു കാണും, അല്ലെങ്കിൽ മറന്നു കളഞ്ഞേക്ക് മോളെ എന്ന് പറയില്ലായിരുന്നു. കോളേജിൽ ലോങ് ലീവിന് അപ്ലൈ ചെയ്തു. ആ മുറിക്കുള്ളിൽ തന്നെ കൂടി അഭിയേട്ടൻ തന്ന പുസ്തകങ്ങൾ പല ആവർത്തി വായിച്ചും ആ ഡയറിയിൽ ഓരോ വരികൾ കുത്തിക്കുറിച്ചുമൊക്കെ. വേദനകളെ പുറന്തള്ളാൻ എഴുത്തിനേക്കാൾ നല്ല മാർഗമില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും അഭിയേട്ടൻ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഒരിക്കൽ മാധുര്യം നിറഞ്ഞ കാത്തിരിപ്പിന് കൈപ്പേറുന്നത് അറിയുന്നുണ്ടായിരുന്നു. ലോകം ആ ചുവരുകൾക്കിടയിൽ ഒതുങ്ങിയപ്പോൾ ചെമ്പകശ്ശേരിയിലെ കുട്ടിക്ക് മാറാധീനമാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും മനോനില തെറ്റണമെന്നില്ല ഭ്രാന്തായി മുദ്രകുത്തപ്പെടാൻ. രാവിലെ എഴുന്നേറ്റതും കണ്ടത് കരഞ്ഞു കലങ്ങിയ ഹരിയേട്ടൻ്റെയും അമ്മയുടെയും മുഖമാണ്. എന്താ സംഭവിച്ചതെന്നുള്ള
എൻ്റെ ചോദ്യത്തിന് മൗനമായി നിൽക്കുന്നത് കണ്ടു. എന്നെ ചേർത്ത് പിടിച്ച് നമ്മുടെ അഭി പോയി മോളെ എന്ന പറച്ച് തല കറങ്ങുന്നത് പോലെ തോന്നി. ഓടി റൂമിൽ കയറി എഴുതി കൂട്ടിയതെല്ലാം പിച്ച് ചീന്തി പുസ്തകങ്ങളെല്ലാം തട്ടിത്തെറിപ്പിക്കുമ്പോൾ അന്ന് ആദ്യമായി ആ 4 ചുവരുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ചെമ്പകശ്ശേരിയിലെ ലക്ഷ്മിക്ക് ഭ്രാന്ത. പിച്ച് ചീന്തിയ പുസ്തകങ്ങൾക്കിടയിൽ ഡയറിയിലെ അവസാന പേജിലെ അക്ഷരങ്ങൾ അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. പറയാൻ മറന്ന പ്രണയത്തെക്കാൾ വേദനാജനകമായി മറ്റൊന്നും ഈ ലോകത്തില്ല. പ്രണയമെന്നത് ഭ്രാന്താണ്. നീ ഇല്ലാത്ത ലോകത്ത് ഞാൻ മുഴുഭ്രാന്തിയായി മാറിയിടും. കാരണം അത്രയും ഭ്രാന്തമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.